എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് മോസ്റ്റ് ഡിമാൻഡിങ് വീഡിയോ ചെയ്യാനാണ്. എൻ്റെ അടുത്ത് ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അയർലൻഡിൽ വന്നിട്ട് അഡാപ്റ്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തതെന്ന്. കുറേ ആൾക്കാർ അയർലൻഡിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമായിരിക്കും എന്നാണ് പറഞ്ഞത്. സോ അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല അഡാപ്റ്റേഷനെ കുറിച്ച്. കാരണം എല്ലാ ഹോസ്പിറ്റലുകളിലും അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും എന്താ പറയുക, ക്രൈറ്റീരിയ എല്ലാം സെയിം ആണ്, പക്ഷെ അത് കണ്ടക്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ഒരേ ടൈമിൽ തന്നെ ജോയിൻ ചെയ്യുന്നവർക്ക് പല പല ഹോസ്പിറ്റലുകളിൽ ഒരുമിച്ചായിരിക്കില്ല പ്രോഗ്രാം ഫിനിഷ് ചെയ്യുന്നത്. ഞാൻ കണ്ട് യൂട്യൂബിൽ ഇഷ്ടം പോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഈ പ്രിപ്പറേഷൻസും ആളുകളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒത്തിരി ഹെൽപ്പിംഗ് വീഡിയോസ് കണ്ട്. എന്നാൽ അഡാപ്റ്റേഷനെ കുറിച്ച് വളരെ ചുരുക്കം വീഡിയോസ് മാത്രമേ ഉള്ളൂ. അതിന് കാരണം ഇത് തന്നെയാണ്. കാരണം ഓരോ ഹോസ്പിറ്റലുകളിലും അത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആദ്യമായിട്ട് പ്രോഗ്രാം എന്ന് കയറുമ്പോൾ ഇത് പ്രോഗ്രാം തന്നെയാണ്, ഇത് ടെസ്റ്റ് അല്ല. ഇതൊരു എന്താ പറയുക, ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. നമ്മൾ ക്ലിനിക്കൽ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യും. നമ്മളുടെ ആ ഒരു പെർഫോമൻസ് അവർ ഇവാലുവേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ 3 ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതായത് ഇനിഷ്യൽ ഇൻ്റർവ്യൂ, ഇൻ്റർമീഡിയറ്റ് ഇൻ്റർവ്യൂ ആൻഡ് ദ ഫൈനൽ ഇൻ്റർവ്യൂ. ഈ 3 ഇൻ്റർവ്യൂവും നമ്മൾ പാസ്സാവണം. ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാം കിട്ടുന്ന ആൾക്കാർ വിചാരിക്കുമോ അഡാപ്റ്റേഷൻ വളരെ ഈസിയാണ്, അഡാപ്റ്റേഷൻ കിട്ടിയ എല്ലാവരും പാസ്സാവുന്നു. ആക്ച്വലി ഇവിടെയും ഉണ്ട് പാസ് ആൻഡ് ഫെയിൽ. അത് നമുക്ക് ഫൈനലാണ് അറിയാവുന്നത്. സോ ആപ്റ്റിറ്റ്യൂഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അഡാപ്റ്റേഷൻ പ്രോഗ്രാമും. പിന്നെ ഇത് കണ്ട് പേടിച്ച് വരേണ്ട കാര്യമില്ല. ഒട്ടുമിക്ക നഴ്സുമാർ, നമ്മളെല്ലാവരും തന്നെ എക്സ്പീരിയൻസോട് കൂടി തന്നെയാണ് നമ്മളെല്ലായിടത്തും വരുന്നതല്ലേ. നമ്മൾ എങ്ങനെയാണോ മുൻപുള്ള ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ പെർഫോം ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. അതായത് നമ്മളെ ഒത്തിരി പേര് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ആരും നമ്മളിവിടെ ഒബ്സർവ് ചെയ്യാതിരിക്കുന്നില്ല. സോ അതുകൊണ്ട് എപ്പോഴും അലേർട്ടായിരിക്കുക, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു രോഗി വരുമ്പോഴും കൂടെ നിൽക്കുന്ന കൊളീഗ്സായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇവിടെ എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. ഈച്ച് ആൻഡ് എവറി പ്രൊസീജിയർ ഇവർക്കൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ വേണം, ആ സിസ്റ്റമാറ്റിക്കായിട്ട് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. സോ നമ്മൾക്ക് എന്തെങ്കിലും ക്വയറി ഉണ്ടോ, കൺസേൺസ് ഉണ്ടോ, അപ്പം തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഈവൻ നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പോലും നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഒത്തിരി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഒത്തിരി എന്താ പറയുക, ഒരു മൈൻഡ് ഒരു ക്വയറി ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ചെയ്താൽ മതി. ഒന്നും ക്വിക്കായിട്ട് ചെയ്യണ്ട, സാവധാനം റിലാക്സ് ചെയ്തെല്ലാം ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഷ്യൻറ്റിന് ക്വാളിറ്റി ഔട്ട്കം കിട്ടണം. അതാണ് നമ്മളുടെ എല്ലാവരുടെയും ഗോൾ അല്ലേ. ഓക്കെ, ഇനി പ്രോഗ്രാമിലേക്ക് വരാം. ഞാൻ ഓൾറെഡി പറഞ്ഞു 3 ഇൻ്റർവ്യൂസ് ആണ്. ഇനിഷ്യൽ ഇൻ്റർവ്യൂ, ഇൻ്റർമീഡിയറ്റ് ഇൻ്റർവ്യൂ ആൻഡ് ദ ഫൈനൽ ഇൻ്റർവ്യൂ. ഇനിഷ്യൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ജോയിനിങ് ഡേറ്റ് ആണ് നമുക്ക് തരുന്ന എല്ലാവരുടെയും കോൺട്രാക്റ്റിലുണ്ടാകുന്നത്. സോ നമ്മൾ ആ ഒരു ജോയിനിങ് ഡേറ്റിൽ അവിടെ ജോയിൻ ചെയ്യുക. ഇന്ന സ്ഥലത്ത് നമ്മളെല്ലാവരെയും മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും. അഡാപ്റ്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. ഒരാൾക്ക് ഒരിക്കലും മറ്റേ ആൾക്ക് വെച്ച് അഡാപ്റ്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നില്ല എവിടെയും. സോ നമ്മൾ ആ ജോയിനിങ് ഡേറ്റിലെത്തി ഒരു ക്ലാസ് റൂമിലായിരിക്കും, നമ്മളൊരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു സർട്ടൻ ഏരിയയിലായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ച് നമുക്ക്, അതായത് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന നമ്മൾ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. അവർ നമ്മളുടെ ഒരു ഫയൽ നമുക്ക് കൈമാറും, ഹാൻഡ് ഓവർ ചെയ്യും. ഈ ഫയലിലാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ക്രൈറ്റീരിയാസിൻ്റെ ലിസ്റ്റ് ഉള്ളത്. ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു ഫയലിൽ ഓരോ ഫോൾഡറിലായിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ. ഹോസ്പിറ്റലുകളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോളിസീസ്, സ്കോപ്പ് ഓഫ് നഴ്സിംഗ്, ഇതിനെക്കുറിച്ചുള്ള ഒരു കണ്ടൻറ്റുകൾ, പിന്നെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട, മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയാസിൻ്റെ ലിസ്റ്റ്. മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ ക്ലിനിക്കലിലേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും. ആഴ്ചയിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസും വേണം. അപ്പോൾ നമ്മളെ ആസ് യൂഷ്വൽ നമ്മൾ ഡ്യൂട്ടിയിലേക്ക് ഇടും. പക്ഷേ ഡ്യൂട്ടിയിലേക്ക് ഇടുമ്പം അറിയാം നമ്മൾ അഡാപ്റ്റേഷൻ പ്രോഗ്രാം സ്റ്റാഫാണ്. അപ്പം വലിയ ജോലികളൊന്നും ചെയ്യേണ്ട, എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്ത് നിൽക്കുക. പക്ഷേ ഈ ക്ലിനിക്കിൽ നമ്മളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ. സോ നമ്മൾ കെയർഫുൾ ആയിരിക്കുക. നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അലേർട്ടായിട്ട് അറ്റൻറ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കടമ.
ഇനീഷ്യേറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ പ്രിസെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ക്ലിനിക് ഏരിയയിൽ. ആ പ്രിസെപ്റ്റേഴ്സാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, ടീച്ച് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. അപ്പം ഇനീഷ്യൽ ഇൻ്റർവ്യൂവിൽ ഈ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ അഡാപ്റ്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറും നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പ്രിസെപ്റ്ററും കൂടെ ആ ഇനീഷ്യൽ ഇൻ്റർവ്യൂവിൽ നമുക്ക് പറഞ്ഞു തരും നമുക്ക് എന്താണ് മീറ്റ് ചെയ്യേണ്ടത്, നമ്മളിൽ നിന്ന് അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ ഔട്ട്കം എന്തായിരിക്കണം, എങ്ങനെയൊക്കെ അവിടെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നതാണ് സാധാരണ ഇനീഷ്യൽ ഇൻ്റർവ്യൂവിൽ വരുന്നത്. ഇൻ്റർമീഡിയറ്റ് ഇൻ്റർവ്യൂവിൽ ചിലപ്പം അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഇവിടുത്തെ മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നിങ്ങളുടെ ഇത്, അതായത് ലൈക്ക് ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മളുടെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നമ്മൾ അവിടെ കണ്ടതിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ ഇതെല്ലാം നമ്മൾ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയാസ് എല്ലാം അവർ ടിക്ക് ചെയ്ത് പോകും. അറ്റൈൻ ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഫൈനൽ ഇൻ്റർവ്യൂവിന് മുമ്പ് നമ്മൾ മാക്സിമം പെർഫോം ചെയ്ത് അത് അറ്റൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കണം ഫൈനൽ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അത് ടിക്ക് മാർക്ക് വീഴും. സോ ഫൈനൽ ഇൻ്റർവ്യൂ ആണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഇൻ്റർവ്യൂ. അതൊരു അഡാപ്റ്റേഷൻ പ്രോഗ്രാം ടോട്ടൽ ഒരു 6 to 12 വീക്സ് ആണ്. 10 വീക്സ് യൂഷ്വലി എക്സ്റ്റെൻഡ് ചെയ്ത് 12 വീക്സ് ആവുന്നവരും ഉണ്ട്. ചില ഗോൾസ് ഒന്നും അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ നമ്മളുടെ പ്രോഗ്രാം 2 ആഴ്ച കൂടി എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതങ്ങനെയാണ് 12 വീക്സ് ആവുന്നത്. 12 വീക്സിലുള്ള ഫൈനൽ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ ഫയൽ NMBAക്ക് നഴ്സസ് മിഡ്വൈഫറി ബോർഡ് അയർലൻഡിലേക്ക് അവർ സെൻഡ് ചെയ്ത് കൊടുക്കും. പോസ്റ്റിലാണ് കേട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്യണം. മേ ബി 1 മാസം എടുക്കാം, ചിലപ്പോൾ 2 മാസം എടുക്കാം. ഇറ്റ്സ് ഡിപ്പെൻസ്. സോ ഇതാണൊരു ഹോൾ അഡാപ്റ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. എനിക്ക് ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും അഡാപ്റ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് വേരി ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങളുടെ കൺസേൺസ് ചോദിച്ചുകൊണ്ടിരിക്കുക. ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അഡാപ്റ്റേഷൻ ചെയ്യുമ്പം അഡാപ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചാൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. കാരണം അത് എല്ലാ ആശുപത്രികളിലും വ്യത്യസ്തമാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറി അഡാപ്റ്റേഷൻ പീരീഡിലാണെങ്കിൽ അത് നിങ്ങളുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടേഴ്സിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. സോ അഡാപ്റ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഷോർട്ട്ലി ഇതാണ്. നമ്മൾ സാധാരണ പോലെ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. സാധാരണ പോലെ വർക്ക് ചെയ്യുക, ഒരു സ്റ്റുഡൻറ്റ് നഴ്സിനെ പോലെ ബിഹേവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഭയങ്കര അറ്റൻറ്റീവ് ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും കെയർഫുൾ ആയിരിക്കണം. നമ്മളുടെ ക്വസ്റ്റ്യൻസും ക്വയറീസും കൺസേൺസും എല്ലാം ക്ലിയർ ചെയ്ത് പോകണം, അത്രയേ ഉള്ളൂ. സോ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.